हाय हेलो दोस्तों, वेलकम बैक टू माय चैनल द नीलिश शो। आज हम एक मलयालम के एक सीरियल के कॉमेडी क्लिप के ऊपर रिएक्शन देने वाले हैं। सीरियल का नाम है उप्पू मुलक्कुम और एपिसोड नंबर है 178। इसमें सबटाइटल्स नहीं है तो मुझे कुछ भी समझ में नहीं आएगा। एंड मैंने बहुत बार कहा है, अगर आप लोग लिंक्स भेजते हैं दूसरे लैंग्वेजेस में तो प्लीज़ मुझे सबटाइटल्स के साथ भेजिएगा। बट एनीवेज मुझे समझ में नहीं आएगा। एंड पर्टिकुलरली बच्चों के नेकेड के जो सीन्स होते हैं ये बार बार पूछे जा रहे हैं। ये भी उसी तरीके का सीन है, मुझे बताया गया है। बट आई थिंक आई विल स्टॉप टेकिंग दोज काइंड्स ऑफ रिक्वेस्ट फ्रॉम नाउ ऑन। ये मैं इसलिए बोल रही हूँ क्योंकि मैं अगर रिप्लाई भी देती हूँ, बहुत सारे लोग फिर भी पूछते रहते हैं, दे डोंट रीड माई रिप्लाइज। दैट्स व्हाई स्टॉप गिविंग रिप्लाइज टू देम। मैं वीडियो के दौरान ही बताऊंगी आप लोगों को जो भी कहना है, क्योंकि जितना भी आप बार बार पूछते हैं मैं रिप्लाई देती हूँ, फिर भी आप नेक्स्ट डे वही क्वेश्चन पूछते हैं। आई डोंट नो व्हाई यू गाइज डोंट रीड माई रिप्लाइज और यू जस्ट don't want to hear or take no for an answer. I'm not sure, but I think this will be my last this kind of video reaction. I won't take these kinds of reactions or videos requests from going forward. तो चलिए। और हाँ, अगर कॉपीराइट्स आएंगे तो मैं बीच में बहुत सारे कट्स लगाऊंगी। अच्छा ये ന്യൂഡോ ന്യൂഡോ ന്യൂഡാ ഞാൻ ഒന്ന് ഇട്ടിട്ട് ബാത്റൂമിലാ അവനെ പോയിട്ട് പെട്ടെന്ന് വാ. ഞാൻ ഇപ്പോ വരവേ. ഓ എന്താ അച്ഛാ, അച്ഛനും എവിടെയെങ്കിലും പോവാൻ പോവാ? കൊടുത്തു മോളില. പക്ഷെ അച്ഛൻ നിക്കണാണ്ട് എങ്ങോട്ടോ പോവാൻ പോണ പോലെ ഉണ്ടല്ലോ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ആ ഇന്ന് നേരത്തെ മണി 8:30 ആയുള്ളൂ. ഇന്ന് നേരത്തെ പോണം ഓഫീസിൽ. ഓഹോ, അടുക്കള പണിയൊക്കെ കഴിഞ്ഞാ? നമുക്ക് കാക്കവാത്തല്ലേ? എന്തോന്ന്? അല്ല കാൽഗവാത്തേ, സ്പീഡ് പറയുമ്പോ കാക്കവാത്ത്. കാക്കവാത്തത് കാല് മടക്കി അടിക്കാനുള്ളത് നിനക്ക് ജോലിയൊക്കെ. അല്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാനായിട്ടുണ്ട്. അച്ഛൻ പറയണ കേട്ട് പഠിച്ചോണ്ട് നടന്നു. അച്ഛൻ പറഞ്ഞ കേട്ടാ പിള്ളേർ നന്നാവും. എന്ത് തുറിച്ച് നോക്കണേ പകുതി പടി ഇപ്പോ. पता नहीं क्या बात कर। അല്ല ഇന്ന് ആരൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടില്ല, കണ്ടില്ലല്ലേ? I think ये family है। സുരേന്ദ്രൻ വരുന്നെന്നോ വിളിക്കണമെന്നോ രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വിളിച്ചൊന്നുമില്ല. നിങ്ങളെ കാര്യം പറഞ്ഞ ആര് വരാനാ ഇങ്ങോട്ട്? വരൂല. അവർക്ക് അവരുടെ കാര്യം നോക്കാനേ നേരുള്ളൂ. അതിന് തന്നെ സമയം തികയണില്ല. പക്ഷെ ഞാൻ വിളിച്ചവൻ പറഞ്ഞെത്തും. നീ വിളിച്ചവൻ പറയും ചേട്ടത്തി ഇന്ന് വരാം നാളെ വരാന്നൊക്കെ. അത്രയ്ക്ക് അത്ര തന്നെ. എത്രയ്ക്ക് എത്രയാണോ അത്രയ്ക്ക് അത്ര തന്നെ. ഓ, അർത്ഥപ്രകാരം അത്ര കാര്യമായിട്ട് എടുക്കില്ല അല്ലേ? കണ്ടടി എന്റെ മോക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടണ്ട. കുറച്ചുകൂടെ വളരിട്ട് അവൾ പുലിക്കുട്ടിയാവും, പുലിക്കുട്ടി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോ വല്ലവരുടെ കയ്യിൽ നിന്ന് മേടിക്കും. എവിടേക്കാ? അയ്യോ ഞാൻ ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോ വല്ലവരുടെ കയ്യിൽ നിന്ന് മേടിക്കും. എവിടേക്കാ? അയ്യോ ഞാൻ ഒരിടത്ത് പോണില്ലേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പത്രം വായിക്കാൻ പോണം. അതിന് ഗുണ്ടകള് പത്രം വായിക്കും. ഞാൻ വല്ലം വിളിച്ച് പറയും. മനസ്സിൽ നിന്ന് ഓരോന്ന് ഇറക്കാൻ നോക്കുമ്പോ പറഞ്ഞു കയറ്റി തരേൻ. അച്ഛൻ പതുക്കെ ഷൈൻ ചെയ്ത് കേറിയതാ, അപ്പൊ തന്നെ വീട് ഒതുക്കി കൊടുത്തു അല്ലേ? क्या बात कर रहे हैं? समझ में नहीं आ रहा। Is it necessary to show that scene as well? And क्यों इस तरह के सीन्स आप लोग पसंद आते हैं? मुझे समझ में नहीं आता है। Why? एक बार देखना कॉमेडी लगता है, पर बार बार എന്താ മുണ്ടൊക്കെ മടക്കി കുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കണോ? सीरियसली यार मुझे ऐसे सीन्स പരിന്തങ്ങളോ पसंद नहीं आ रहे हैं കാടനങ്ങളോ देखना। എല്ലാം വിളിച്ചോ? And बार बार आप लोग इस तरह के रिक्वेस्ट कर रहे हो तो കോഴിയില്ലേ, അതാണ് അവന്റെ ഇരട്ട പേര്. ഡേ വിളിച്ചടേ അവന്മാര് തട്ടില് ചായ അടിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങി പോണം? See, मुझे समझ में नहीं आ रहा है तो क्या करूं, क्या बोलूं? അച്ഛൻ പതുക്കെ കൊണ്ടുപോയി അവരെ തല കാണിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ. പെട്ടെന്ന് അവരുടെ കണക്ഷൻ എങ്ങനെ വിട്ടാലേ അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല, അവർക്ക് വേറെ എന്തൊക്കെ ഫീൽ ചെയ്യും. അതല്ല, ഞാനിപ്പോ അവരോട് സംസാരിച്ചു വിളിക്കുമ്പോഴേ നിന്റെ അമ്മ അതുവഴി വരും. അപ്പൊ ഞാൻ കയറി വിളിക്കണ്ടേ? ഗുണ്ടകൾ വിളിക്കൂടാ, നാണക്കേടല്ലേടാ. അതെ, ഞാൻ ഇന്നലത്തെ ചോറ് എടുത്തിരിക്കണേ. അവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട്, അതൊന്ന് ഊറ്റി വെച്ചേക്കണേ. ഓ
എന്താ മുണ്ടൊക്കെ മടക്കി കുത്തി? ഒന്നുമില്ല. മുട്ടപ്പാലു രാവിലെ എങ്ങോട്ടെങ്കിലും പോവാൻ പരിപാടിയായിട്ടിരിക്കുക? രാവിലെ എങ്ങോട്ടെങ്കിലും പോവാൻ പരിപാടിയായിട്ടിരിക്കുകയാണോന്ന്? എടാ കേശു, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ലച്ചു, അച്ഛൻ എങ്ങോട്ടെങ്കിലും പോവേ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ എന്നോട് പറയണം. എന്താ നോക്കി ആപ്പിച്ചിട്ട് പോണത്? ഞാൻ ഇത് കൊച്ചു കുട്ടിയാ? തല കുനിച്ചേരും തോറെ കയറി ചവിട്ടി നിറങ്ങാനല്ലേ തല കയറി പന്ത് വിളിച്ച് ഞാൻ പോവുകയും ചെയ്യും. पीछे लौटा आ रहा है, मुझे लग रहा है कुछ कॉमेडी चल रहा है, बट क्या किसके बारे में? എന്തേ? സുരേന്ദ്രൻ പറഞ്ഞു. കാര്യം പറയാം. എന്റെ കാര്യം പറഞ്ഞു കൊടുത്ത കുന്നളങ്ങ. മക്കളെ കാന്താരി. നല്ല സുഖമല്ല മക്കളെ. എന്നാ പിന്നെ കൺമണി ചേച്ചിനെയും കാത്തുവിനും കൊണ്ടുവരാൻ പാടില്ല. ചിറ്റപ്പം പെട്ടെന്ന് വന്നതല്ലേ മക്കളെ. ചേട്ടത്തെ തടിച്ചല്ലോ നീ നന്നായിട്ട്. കടയില് ഒരേ ഇരിപ്പല്ലേ ചേട്ടത്തി. വാ കേറി വാ. അമ്മ അച്ഛൻ എന്താ പറയുന്നത്? നീ വിളിക്കില്ല എന്നും പരാതിയാണോ അവർക്ക്? ഇടേ ഞാൻ എന്ന് ഇവളെ ഓർമ്മിപ്പിക്കും വിളിക്കാൻ. പക്ഷെ ജോലിത്തെ കാരണം മറന്നു എന്ന് ഓർമ്മിപ്പിക്കട്ടെ എന്നെ. അമ്മയ്ക്ക് അതെല്ലാം ഓർമ്മപ്പെടുത്താതെ. അയ്യോ ചിറ്റപ്പ തലയില് മുടിയൊക്കെ ഉറഞ്ഞു പോയല്ല. അച്ഛൻ മുട്ട അടിച്ചപ്പോ 2 ദിവസം 2 പൊട്ട. ചേട്ടത്തെ ഓഫീസ് പറഞ്ഞതാ? ഞാൻ ഇവിടുത്തെ പോകാറങ്ങിയല്ലേ. ഞാൻ നീ വരുമെന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. താമസിച്ചപ്പോ ഇങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു. എന്തായാലും ചിറ്റപ്പം വരും. ആരും പ്രതീക്ഷിച്ചില്ല ചിറ്റപ്പ. ഞാനും പ്രതീക്ഷിച്ചില്ല. അതോട്ട് പോവാം. ചിറ്റപ്പ ഈ 2 കവറിൽ എന്തുവാ? ഇതെല്ലാം മക്കൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ തന്നെ. അകത്ത് പോയിട്ട് തുറന്ന് നോക്കടേ. എന്താന്ന് ഒരു കാണാൻ ചേട്ടാ നീ എങ്ങനെ വന്നേ? ഞാൻ ട്രെയിനിൽ ചേട്ടത്തി. അവൻ പറന്ന് വന്ന്. ഞാൻ അങ്ങനെ വന്നേ. പിന്നെ അവിടുന്ന് പറന്നു വരും. സുരേന്ദ്ര വാടാ നമുക്ക് എന്റെ റൂമിൽ ഇരിക്കാം. അത് ഇവിടെ ഇരുന്നാലേ അവിടെ നല്ല കാറ്റ് കിട്ടും. ഇവിടെ കാറ്റിട്ടൂലേ? അവിടെ ഡോറൊക്കെ ഓപ്പൺ ആയി കിടക്കല്ലേ? ഇവിടെ ഡോർ ഓപ്പൺ ആണല്ലോ, കാറ്റും കിട്ടും. നീ അവിടെ ഇരിക്കടേ. ഞാൻ ഇരിക്കാം. നീ ചായ വല്ല കുടിച്ചാ? ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചതാ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാ. വെള്ളം എടുത്തു ലേച്ചു. വെള്ളം എടുത്തോട്. ഫോൺ എടുക്ക്. ഫോൺ റിങ്ങാണ്, പോയി എടുക്ക്. എടാ അത് നമ്മളെ പണിയ സ്ഥാനം കൊണ്ടുവന്നില്ലേ? അങ്ങനെ ആരെങ്കിലും ഫോണായിരിക്കും. മോനെ നീ എടുത്തിട്ട് പറ അച്ഛൻ ഭയങ്കര തിരക്കാണെന്ന് പറ. എടാ നീ വല്ല ഊടുവെല്ലാം കഴിച്ചടാ? ഞാൻ 5 മണിക്ക് രാവിലെ വണ്ടി കയറിയതാ. എന്തോന്ന് കഴിക്കാൻ? നീ വല്ലതും കഴിച്ചാൽ എടുത്തോടേ വല്ല നോച്ചോണ്ടിരിക്കാതെ. എന്തായാലും ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. ഫോൺ. ഹലോ ബാസി, പറയടാ ബാസി. ശരിടാ. എടാ ഞാൻ ബാസി അങ്ങോട്ട് വിളിക്കാമേ. ഇങ്ങോട്ട് വിളിക്കണ്ട ബാസി. ഓക്കെ ബാസി. ശരി ബാസി. ബാസി ഓ ബാസി ശരി. ശരി ബാസി ആയിരിക്കും അല്ലേ? നീയേ വന്ന കാലില് ഞാൻ ചോദിക്കാനും മറന്നുപോയി. ഇപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്. കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പല കിടന്നെ ഇരിക്കും. मुझे कहा गया था कि सिर्फ स्टार्टिंग 7 मिनट्स के ऊपर रिएक्शन दीजिए. शायद वो कॉमेडी होगी, मुझे कुछ समझ में नहीं आया, तो आई कांट कॉमेंट एनीथिंग ऑन दैट. बट आई जस्ट वांट टू मेक श्योर दैट यू गाइज अंडरस्टैंड कि प्लीज़ स्टॉप आस्किंग दीज काइंड्स ऑफ रिक्वेस्ट. बच्चों को बिना कपड़ों के देखने में क्या मज़ा आता है, उतना कॉमेडी क्या है उसमें समझ में नहीं आता मुझे. हाँ, एक बार अगर देखा जाए अनएक्सपेक्टेडली वैसा सीन आ जाए तो कॉमेडी लगता है, फ़नी लगता है. बट बार बार अगर वही सीन्स दोहराते रहेंगे तो इट्स काइंड ऑफ मोनोटोनस. लाइक अच्छा नहीं लगता है कि यार बहुत बोरिंग हो रहा है, ऐसा लगता है. एंड आई डोंट नो व्हाई यू गाइज लाइक इट सो मच. बहुत सारे लोग मुझे ऐसे ही रिक्वेस्ट भेज रहे हैं. आई डोंट नो शायद मैं इस तरह के रिक्वेस्ट लेना बंद कर दूंगी, क्योंकि इतने रिक्वेस्ट आ रहे हैं इस तरह के सीन्स के ऊपर, बार बार पूछ रहे हैं. एंड व्हाट एल्स यू वांट मी टू, लाइक ये भी पूछते हैं कि मैं कमेंट क्यों नहीं कर रही हूँ उस पर्टिकुलर सीन के ऊपर. क्या कमेंट करूँ? आई रियली डोंट अंडरस्टैंड कि
बिना कपड़ों के बच्चे हैं तो उसके ऊपर मैं कमेंट भी करूँगी तो क्या करूँ, क्या लाइक व्हाट काइंड ऑफ कमेंट यू वांट फ्रॉम मी फॉर दोज काइंड्स ऑफ सीन्स. आई डोंट नो, लाइक आई नो यू गाइज कैन टेक दिस नेगेटिवली कि मैं जो भी बोल रही हूँ ऐसा लगेगा आप लोगों को कि आपको यू नो व्हाई शी सेइंग दैट, बट आई एम जस्ट सेइंग दैट व्हाट आई फील कि मुझे मज़ा नहीं आता ऐसे सीन्स देखने. एंड या स्टार्टिंग में जब मैंने देखा था वो रणधीरा मूवी से जो मैंने कॉमेडी सीन रिएक्ट किया था, वो इसलिए मुझे अच्छा लगा वो सीन क्योंकि उसमें कॉमेडी ज़्यादा थी. वो सीन सिर्फ स्प्लिट सेकेंड के लिए था बट कॉमेडी ज़्यादा थी. एंड मास्टर मंजुनाथ आई थिंक उस बच्चे का नाम, उन्होंने जिस तरह से डायलॉग डिलीवरी दिया है वो मुझे बहुत पसंद आया. एंड दैट पर्टिकुलर सीन वाज अनएक्सपेक्टेड, इसलिए मुझे हंसी आई. इसलिए मैंने लाइक पूछने के बाद ही, रिक्वेस्ट आने के बाद ही मैंने रिएक्ट किया एंड मुझे अच्छा लगा तो मैंने पोस्ट किया. बट उसी पर्टिकुलर सीन को लेके आप पता नहीं बहुत सारे लोगों को ऐसा लगा कि मैं इस तरह के सीन्स ज़्यादा एंजॉय करती हूँ, तो इसलिए सिर्फ पर्टिकुलरली वही सीन्स चुन चुन के आप लोग बोल रहे हैं. तो आई डोंट नो व्हाट एल्स टू से. आई एम जस्ट सेइंग दैट दैट्स व्हाट आई फील. इट्स नॉट काइंड ऑफ एनी नेगेटिव थिंग आई एम टॉकिंग अबाउट यू और सेइंग दैट इट्स नॉट गुड. सी, हर किसी के प्रेफरेंसेस अलग होते हैं, हर किसी के चॉइसेस अलग होते हैं. अगर आप लोगों को वैसे सीन्स देखना पसंद आता है तो आप देख सकते हैं, जितनी बार चाहे उतनी बार देख सकते हैं. बट इफ़ यू स्टिल इंसिस्ट कि मैं उस तरह के सीन्स के ऊपर रिएक्शन दूँ, तो आई जस्ट मेक श्योर दैट आई जस्ट कट दैट पार्ट और ब्लर दैट पार्ट वॉट एवर यू वॉन्ट मी टू रिएक्ट, क्योंकि आई डोंट वॉन्ट टू यू नो शो दैट काइंड ऑफ सीन्स बिकॉज मुझे अच्छा नहीं लगता है. तो दैट्स वॉट आई फील, दैट्स वॉट माई पर्सपेक्टिव इज़. तो गोइंग फॉरवर्ड ये प्लीज़ ध्यान में रखिएगा. रिएक्शन पोस्ट करने के बाद में मुझे ऐसे कमेंट्स आते हैं, ऐसे मैसेजेस आते हैं कि आपने इस पर्टिकुलर सीन के ऊपर कुछ भी बात नहीं किया, कुछ भी कमेंट नहीं किया. तो इसलिए आई डोंट फील लाइक टॉकिंग अबाउट इट, दैट्स व्हाई आई स्किप दैट पार्ट. कभी कभी एक चीज़ में भूल जाती हूँ, शायद बड़ा वीडियो होगा, बहुत सारे पॉइंट्स ऐड करने होते हैं तो कभी कभी एक भूल जाती हूँ. बट इस तरह के सीन्स में मैं जानबूझ के उस तरह के कमेंट्स नहीं करना चाहती हूँ क्योंकि मुझे पसंद नहीं है, तो इसलिए स्किप करती हूँ. बट इफ़ यू कीप ऑन आस्किंग मी व्हाई डिडंट यू टॉक अबाउट इट, देन आई कांट यू नो आई कांट बिकॉज आई डोंट वांट टू. एनीवेज, बुरा लगा तो आई एम सॉरी. दैट्स जस्ट हाउ आई फेल्ट एंड आई जस्ट वांटेड टू से माय ऑनेस्ट थॉट्स, सो आई सेड इट. बट कोई भी मलयालम जानते हैं तो एक एक लाइन में ही सही बताएंगे कि क्या चल रहा है इस फैमिली, लाइक पीछे लॉटर चल रहा है. तो आई गेस देयर माइट बी सम पंच लाइन्स, देयर माइट बी सम कॉमेडी इन इट व्हेन दे वर स्पीकिंग, बट आई डिडंट कैच अ थिंग, सो आई एम सॉरी. कमेंट्स में ज़रूर लिख के भेज दीजिएगा कि क्या है इस पर्टिकुलर सीन. लाइक शेयर एंड सब्सक्राइब करना मत भूलिएगा. फिर मिलते हैं अगले रेश में, तब तक के लिए बाय.